ഹായ് ഫ്രണ്ട്സ്, സാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഇന്ന് സർപ്രൈസ് ആയിട്ട് വന്ന സിനിമയും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. OTT അപ്ഡേറ്റുകളാണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന മലയാള സിനിമ ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം. ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മെയ് മാസം 3-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടില്ലായിരുന്നു. ഇന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടിരിക്കുകയാണ്. മെയ് മാസം 3-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മറ്റു ഭാഷയിൽ ഉണ്ടാവും എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളൂ. അതായത് മെയ് മാസം 2-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഐഡിയ ഓഫ് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതാണ്. ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഇനി നമുക്ക് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സർപ്രൈസ് റിലീസും ഒക്കെ അത് നോക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു കന്നഡ മൂവിയാണ്. ഒരു കന്നഡ ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അവതാര പുരുഷ 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്നഡ ഭാഷയിൽ ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ആനിമേഷൻ കോമഡി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മൈഗ്രേഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ സിനിമ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. ഹീരമാണ്ടി ദ ഡയമണ്ട് ബസാർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. വലിയൊരു ബജറ്റിൽ വന്ന് റിലീസ് ചെയ്ത ഒരു സീരീസ് ആണ്. മനീഷ കൊയ്രാള, സോനാക്ഷി സിൻഹ, അതിഥി റാവ് ഹൈദരി എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. സഞ്ജയ് ലീല ബൻസാലി അതുപോലെ തന്നെ വിദക്ഷര കുമാറാണ് ഈ ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. 8 എപ്പിസോഡുകൾ അടങ്ങുന്ന സീരീസ് ആണ്. ഇന്ന് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. സീരീസ് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തൊരു സർപ്രൈസ് റിലീസാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞ ജപ്പാനീസ് മൂവിയാണ്. അപ്പോൾ ഈ ഒരു സിനിമ മെയ് മാസം 3-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകൾ പുറത്തു വന്നിരുന്നെങ്കിലും ഇന്ന് ഈ ഒരു സിനിമ സർപ്രൈസ് ആയിട്ട് ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ജപ്പാനീസ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റു ഭാഷയിലൊന്നും അവൈലബിൾ അല്ല. എന്താ പറയുക, ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് ഒറിജിനൽ സബ് ടൈറ്റിൽ അല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുള്ളത് ജപ്പാനീസ് ഭാഷയിൽ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റു ഭാഷയിൽ റിലീസ് ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിലല്ല, ഇന്ത്യയിൽ പോലും റിലീസ് ചെയ്തിട്ടില്ല, തിയേറ്റർ റിലീസ് ചെയ്തിട്ടില്ല ഈ ഒരു സിനിമ. ഗോഡ്സില്ല -1 എന്നാണ് ഈ ഒരു സിനിമ. ഓസ്കാർ അവാർഡ് കിട്ടി. ഏറ്റവും കുറഞ്ഞ ചെലവിൽ റിലീസ് ചെയ്ത സിനിമയാണ്. അതായത് 100-125 കോടി മുതൽ മുടക്കിൽ റിലീസ് ചെയ്ത ഒരു മികച്ച സിനിമ തന്നെയായിരുന്നു ഗോഡ്സില്ല -1 എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓസ്കാർ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ കാണണം. കണ്ടിട്ട് നിങ്ങൾ മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ഈ സിനിമ. 3-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് സർപ്രൈസ് ആയി റിലീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. ഈ ഒരു ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ കണ്ടോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.